ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്കൽ ഏരിയ ബാങ്കിനെ കുറിച്ചാണ്. ലോക്കൽ ഏരിയ ബാങ്കിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്നത് 1991 നരസിംഹം കമ്മിറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പഠിച്ചതാണ്. സെൻട്രൽ ഗവൺമെൻറ് ലോക്കൽ ഏരിയ ബാങ്ക് പ്രഖ്യാപനം നടത്തിയത് ഓഗസ്റ്റ് 1996 അപ്പോൾ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? നരസിംഹം കമ്മിറ്റി 1991 സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തത് ഓഗസ്റ്റ് 1996 ഇനി എന്താണ് ഈ ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറഞ്ഞാൽ? ലോക്കൽ ഏരിയ ബാങ്ക്സ് ആർ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ഓർഗനൈസ്ഡ് അണ്ടർ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ആർ ഗിവൺ ബാങ്കിങ് ലൈസൻസ് ബൈ ദ RBI. ലോക്കൽ ഏരിയ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനീസാണ്. ഇവർക്ക് RBI ബാങ്കിങ് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ബാങ്കിങ് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ലൈസൻസ് ആര് കൊടുത്തിട്ടുണ്ട്? RBI കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 22 പ്രകാരമാണ് ലാബ് പ്രവർത്തിക്കുന്നത്. ലോക്കൽ ഏരിയ ബാങ്ക്സ് ആർ നോൺ ഷെഡ്യൂൾ ബാങ്ക്സ്. ഇതെന്താണ്? നോൺ ഷെഡ്യൂൾ ബാങ്ക് ആണ്. എന്താണ് ഈ ഷെഡ്യൂൾ ബാങ്ക് എന്ന് പറഞ്ഞാൽ? RBI ആക്ട് 1934 പ്രകാരം RBIയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ വരുന്ന ബാങ്കുകളെയാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ലാബ് എന്ന് പറയുന്നത് നോൺ ഷെഡ്യൂൾഡ് ബാങ്കാണ്. അതിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. ചില ഗൈഡ് ലൈൻസ് ഫുൾഫിൽ ചെയ്താൽ അത് ഷെഡ്യൂൾ ബാങ്കായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ അത് നോൺ ഷെഡ്യൂൾ ബാങ്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. ലാബിൻ്റെ റെഗുലേറ്ററി സൂപ്പർവൈസറി അതോറിറ്റി എന്ന് പറയുന്നത് RBI ആണ്. ദ റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി അതോറിറ്റി ഓഫ് ലോക്കൽ ഏരിയ ബാങ്ക് ഈസ് RBI. മിനിമം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ഓഫ് ലോക്കൽ ഏരിയ ബാങ്ക് വുഡ് ബി 5 crores. ലാബ് തുടങ്ങാനുള്ള മിനിമം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 5 കോടി രൂപയാണ്. ഇൻ 2002 RBI സെറ്റപ്പ് എ റിവ്യൂ ഗ്രൂപ്പ്, ചെയർമാൻ G. രാമചന്ദ്രൻ. 2002 RBI എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റിവ്യൂ ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. ലാബിനെ റിവ്യൂ ചെയ്യാനായിട്ടൊരു ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? G. രാമചന്ദ്രനായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 27th December 1999. അതാണ് നമ്മുടെ ഫസ്റ്റ് ലോക്കൽ ഏരിയ ബാങ്ക്. 1999 ഡിസംബർ 27 എസ്റ്റാബ്ലിഷ് ചെയ്ത കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്കാണ് ആദ്യത്തെ ലോക്കൽ ഏരിയ ബാങ്ക്. 2014 RBI ലാബിനെ സ്മോൾ ഫിനാൻസ് ബാങ്കായി പ്രവർത്തിക്കാനായിട്ട് അലോ ചെയ്തിട്ടുണ്ട്. ഇൻ 2014 RBI allowed local area banks to convert into small finance bank. Coastal Lab is the first lab to be converted into small finance bank. ഈ കോസ്റ്റൽ ലാബാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയി കൺവേർട്ട് ചെയ്ത ഫസ്റ്റ് ലോക്കൽ ഏരിയ ബാങ്ക്. ഓക്കെ. എ ലോക്കൽ ഏരിയ ബാങ്ക് ക്യാൻ ഓപ്പൺ ഓൺലി 1 urban branch in a district. All other branches should be in semi-urban and rural centers. ലാബിന് ഡിസ്ട്രിക്റ്റിൽ അർബൻ ബ്രാഞ്ച് ആകെ ഒരെണ്ണമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചസും സെമി അർബൻ അല്ലെങ്കിൽ റൂറൽ സെൻറ്റേഴ്സിലായിരിക്കണം ബ്രാഞ്ചസുകൾ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ. ദർ ആർ 2 ലോക്കൽ ഏരിയ ബാങ്ക്സ് ഇൻ ദ കൺട്രി. നമ്മളുടെ കൺട്രിയിൽ ഇപ്പോൾ നിലവിലുള്ളത് 2 ലോക്കൽ ഏരിയ ബാങ്ക്സ് ആണ്. ഫസ്റ്റ് വൺ കോസ്റ്റൽ ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ് ആൻഡ് സെക്കൻഡ് വൺ കൃഷ്ണ ഭീമ സമൃദ്ധി ലോക്കൽ ഏരിയ ബാങ്ക് ലിമിറ്റഡ്. ഇനി ലോക്കൽ ഏരിയ ബാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ലോക്കൽ ഏരിയ ബാങ്ക്സ് വാസ് സെറ്റപ്പ് ഇൻ എന്നാണ് സെറ്റപ്പ് ചെയ്തത്? ഓഗസ്റ്റ് 1996. വിച്ച് കമ്മിറ്റി ഈസ് റിലേറ്റഡ് ടു ലാബ്? ലാബുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കമ്മിറ്റി ഏതാണ്? 2002 RBI ഒരു റിവ്യൂ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായില്ലേ? അത് എന്ത് കമ്മിറ്റി ആയിരുന്നു? രാമചന്ദ്രൻ്റെ ചെയർമാൻഷിപ്പോട് കൂടിയിട്ടാണ്. അപ്പോൾ എന്ത് പേരിൽ അറിയപ്പെട്ടു? G. രാമചന്ദ്രൻ കമ്മിറ്റി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ കൺസെപ്റ്റാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നരസിംഹം കമ്മിറ്റിയാണ് എഴുതേണ്ടത്. ലാബ് എന്നുള്ള കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റി എഴുതണം. റിവ്യൂ കമ്മിറ്റി ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ G. രാമചന്ദ്രൻ എഴുതണം. ഓക്കെ. In which year RBI permitted labs to convert into small finance bank? ഏത് വർഷമാണ് RBI പറഞ്ഞത് ലാബ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആയി പ്രവർത്തിക്കാമെന്നത്? 2014 നമ്മൾ പറഞ്ഞ പോയിന്റാണ്. മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ എത്രയായിരിക്കും? ലാബ് തുടങ്ങാനായിട്ട് സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 കോടിയാണ്. ലാബ് ഗീവ് % ഓഫ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് ടു പ്രയോറിറ്റി സെക്ടർ. ലാബ് എപ്പോഴും പ്രയോറിറ്റി സെക്ടേഴ്സിന് എത്ര % നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? 40% ആണ്. ഇനി ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ലാബ് എത്രയാണ്? 3 നിയറസ്റ്റ് ഡിസ്ട്രിക്റ്റ് ആണ്. 3 അടുത്തടുത്തുള്ള ജില്ലകളാണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ വരുന്നത്. ലാബിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത്?
3 നിയറസ്റ്റ് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലോക്കൽ ഏരിയ ബാങ്കിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി നമ്മളെ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.